ഹായ്, ഷാനവാസ് ഒറ്റയ്ക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ. അതായത് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വഴക്ക് കൂടുമ്പോൾ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയിരിക്കുകയല്ല. സാധാരണ രീതിയിൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഷാനവാസിനോട് മാത്രം ആരും അധികം സംസാരിക്കുന്നില്ല. ബിഗ് ബോസ് വീട്ടിലേക്ക് ഇന്ന് 3 പേർ കയറി. അപ്പാനി ശരത്, സരിക, ശാരിക. വലിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. പുറത്തു നടക്കുന്ന കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ എല്ലാവരും നല്ല രീതിയിൽ തിടുക്കം കൂട്ടി അവരോട് ഒട്ടിച്ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഷാനവാസ് മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. ആരും ഷാനവാസിനോട് സംസാരിക്കുന്നില്ല. വന്ന സമയത്ത് എല്ലാവർക്കും കൈ കൊടുത്തു. ശാരിക വലിയ രീതിയിൽ ഷാനവാസിനെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. ശാരികയ്ക്ക് ഷാനവാസിനോടുള്ള ദേഷ്യം എന്താണ് എന്ന് നമ്മൾക്കറിയാം. അവർ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നതിന് മുൻപ് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഷാനവാസ് മാറി നിൽക്കുന്നില്ല, അവരോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്, ഇരിക്കുന്നത്. പക്ഷെ ഷാനവാസിനോട് മാത്രം അധികം ആരും സംസാരിക്കുന്നില്ല. ഇതാണ് ശരിക്കുള്ള ഒറ്റപ്പെടൽ. അപ്പാനി ശരത്തായാലും സരികയായാലും ശാരിക ആയാലും മറ്റുള്ളവരോട് വലിയ രീതിയിലുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. പക്ഷേ ഷാനവാസിനോട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഒരുപാട് സങ്കടം തോന്നിപ്പോയി ലൈവ് കണ്ടപ്പോൾ. പല ആൾക്കാരും ഷോനവാസ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അയാൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, സംസാരിച്ച രീതി അത്രയുമുണ്ട് എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നു. ഷാനവാസ് അത്രയൊക്കെ അവർക്കെതിരെ പറഞ്ഞു. എന്തുകൊണ്ടാണ് എല്ലാവരും ഷാനവാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്? എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ഷാനവാസ് കൂടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരക്ഷരം പോലും ഷാനവാസിനോട് ആരും സംസാരിക്കുന്നില്ല. തീർച്ചയായും നമ്മൾ പ്രേക്ഷകർ ഷാനവാസിനൊപ്പം തന്നെ നിൽക്കണം. ഇനിയും പുറത്തുപോയ ഒരുപാട് കണ്ടസ്റ്റൻസ് കയറാനുണ്ട്. അവരും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു മുൻപ്, ഷാനവാസിനെ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല, ഷാനവാസ് ജയിക്കുന്നത് കാണാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള തരത്തിൽ. അത് സത്യം തന്നെയാണ്. അത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്ന് രാത്രി 10 മുതൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും ഹോട്ട്സ്റ്റാറിൽ. തീർച്ചയായും ഷാനവാസിനൊപ്പം എല്ലാവരും ഉണ്ടാവണം. ആരൊറ്റപ്പെടുത്തിയാലും നമ്മൾ ഒരിക്കലും ഷാനവാസിനെ ഒറ്റപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തിനൊപ്പം തന്നെ, അദ്ദേഹത്തിന് കൂട്ടായി നമ്മളെല്ലാവരും ഉണ്ടാവണം. ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നും നോക്കണ്ട, അദ്ദേഹത്തിന് അങ്ങ് വോട്ട് ചെയ്യുക, അത്രമാത്രം. എന്തായാലും കാത്തിരിക്കാം ഇനി വരുന്ന ആൾക്കാർ ഷാനവാസിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.